എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ AMVI അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ എല്ലാം പ്രൊഫൈലിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കേരള PSC നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ നോട്ടിഫിക്കേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളും നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, നോട്ടിഫിക്കേഷൻ വന്നു, AMVIയുടെ നോട്ടിഫിക്കേഷൻ വന്നു. പഠനം ആരംഭിക്കേണ്ടവർക്ക് കൃത്യമായ സമയമാണിത്. കൃത്യമായി നമുക്ക് 6 മാസത്തിനുള്ളിൽ പരീക്ഷ ഉണ്ടാവും. ആ പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അതിൻ്റെ പരിശീലനം നടത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നോട്ടിഫിക്കേഷനിലെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താണ്, കാറ്റഗറി നമ്പറാണ്. നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ നോക്കിയേ 26/2026 ആണ്. 26/2026 നമ്മുടെ കാറ്റഗറി നമ്പർ കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ 2026 26-ാം നമ്പർ വിജ്ഞാപനമായിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഓക്കെ, അപ്പോൾ ഏതാ 26/2026 കാറ്റഗറി നമ്പർ. ഓക്കെ, നെയിം ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഏതാ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് ദ പോസ്റ്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണ് പോസ്റ്റ് വരുന്നത്. സ്കെയിൽ ഓഫ് പേ നമുക്ക് നോക്കാം. അപ്പൊ സ്കെയിൽ ഓഫ് പേ നോക്കിയേ, സ്കെയിൽ ഓഫ് പേ 45,600 to 95,600 ആണ്. സ്കെയിൽ ഓഫ് പേ 45,600 ബേസിക് പേയിൽ തുടങ്ങുന്ന ഒരു ആകർഷകമായ ഒരു പേ സ്കെയിലാണ് നമുക്ക് AMVIക്കുള്ളത്. അത് 95,600 വരെയാണ് നമുക്ക് സ്കെയിൽ ഓഫ് പേ പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്, വേക്കൻസികൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എണ്ണപ്പെട്ടിട്ടില്ല. നമുക്കറിയാം 3 വർഷത്തെ ഒരു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ 3 വർഷത്തെ കാലാവധിയാണ് ലിസ്റ്റ് എന്ന് നമുക്കറിയാം. ആ 3 വർഷത്തേക്കുള്ള മുഴുവൻ നിയമനങ്ങളും, ആ 3 വർഷം വരുന്ന റിട്ടയർമെന്റ് വേക്കൻസികളും ഫ്രഷ് വേക്കൻസികളും എല്ലാം ആ സമയത്ത് നിലവിലിരിക്കുന്ന റാങ്ക് പട്ടിക വഴിയാണ് നികത്തപ്പെടുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ് കൊടുത്തിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ്. ഏജ് ലിമിറ്റ് നോക്കി, ഏജ് എവിടെ വരെ ഉണ്ടോ നോക്കൂ, 21 to 40, 21നും 40നും ഇടയ്ക്കാണ്. ജനറൽ കാറ്റഗറിക്കാർക്ക് 21 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ജനറൽ കാറ്റഗറിക്കാരുടെ ഏജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതിനനുസരിച്ച് നിങ്ങൾ OBC SC ST വിഭാഗക്കാർ അത് നോക്കിയിട്ട് വേണം ബാക്കിയുള്ള ഏജ് റിലാക്സേഷൻ ഒക്കെ ഉള്ളവർ, ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയേ, 2/1/1986നും 1/1/2005നും ഇടയ്ക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ജനറൽ കാറ്റഗറി ആണ്. അപ്പോൾ ഏജ് ലിമിറ്റ് 21 to 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ദ കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ 2/1/86നും 1/1/2005നും ഇടയിലുള്ള ജനറൽ കാറ്റഗറിക്കാർക്ക് അപ്ലൈ ചെയ്യാം. SC ST OBC വിഭാഗക്കാർക്ക് ആ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഡേറ്റിൽ മാറ്റങ്ങൾ വരാം. ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർ അത് ചെക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ, ക്വാളിഫിക്കേഷൻ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് വേണ്ടത് ഏതാണ്, ക്വാളിഫിക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എ പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഈക്വലന്റ്. അപ്പോൾ നമുക്ക് എ പാസ് ഇൻ SSLC 10ാം ക്ലാസ്സിലെ വിജയം, അതോടൊപ്പം തന്നെ എ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയുള്ളവർ, 10ന് ശേഷം ഡിപ്ലോമ എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയുള്ളവർ, അല്ലെങ്കിൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3 ഇയർ കോഴ്സാണ് അവാർഡഡ് ബൈ, അതായത് നമ്മൾ പോളിടെക്നിക് ഡിപ്ലോമ എന്നൊക്കെ പറയുന്ന പോലെ ബൈ ദ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങളോ നൽകുന്ന, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, നൽകുന്ന ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ SSLC പാസ്സായിരിക്കണം, ഡിപ്ലോമ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഡിപ്ലോമ ഉണ്ടാവണം. 3 വർഷത്തെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടാവണം. അത് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നൽകുന്നതായിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃതമായിട്ടുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ളയോ കേന്ദ്ര സർക്കാരിന് കീഴിലോ അംഗീകൃതമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നൽകുന്നതോ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വാളിഫിക്കേഷൻ നോക്കിയേ, ഇനി വേറെ ഏതെങ്കിലും, അതായത് ഈ പോളി ഇല്ലാത്ത ആളുകൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ളവരുണ്ട്, അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. അതായത് നമുക്ക് പറഞ്ഞു ഓട്ടോമൊബൈലിലോ മെക്കാനിക്കലിലോ പോളി അല്ല എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എനി ക്വാളിഫിക്കേഷൻ ഇൻ എയ്തർ ഓഫ് ദ എബോവ് ഡിസിപ്ലിൻസ് ഡിക്ലെയർഡ് ആസ് ഇക്വലന്റ് ടു ദ എബോവ് ഡിപ്ലോമാസ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മുകളിൽ പറഞ്ഞിരിക്കുന്ന
ക്വാളിഫിക്കേഷൻ്റെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത നോക്കിയേ, മസ്റ്റ് ഹോൾഡ് എ കറന്റ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ആതറൈസിംഗ് ഹിം ടു ഡ്രൈവ് മോട്ടോർ സൈക്കിൾ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആൻഡ് ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ. അപ്പോൾ നിലവിൽ എന്തുണ്ടായിരിക്കണം, ഒരു ഗവൺമെന്റ് എന്തുണ്ടായിരിക്കണം, കേരള ഗവൺമെന്റോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് നൽകിയിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ്, വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഡ്രൈവ് മോട്ടോർ സൈക്കിൾ, അതുപോലെ തന്നെ ഹെവി ഗുഡ്സ് വെഹിക്കിൾ, ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ തുടങ്ങിയവയിൽ ലൈസൻസ് ഉള്ള ഡ്രൈവിംഗ് ലൈസൻസ്, വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. മെയിൽ പുരുഷ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 165 സെന്റിമീറ്റർ 165 സെന്റിമീറ്റർ ഉയരം വേണം. ചെസ്റ്റ് 81 സെന്റിമീറ്ററും 5 സെന്റിമീറ്റർ എക്സ്പാൻഷനും ഉണ്ടായിരിക്കണം. ഓക്കെ, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആവുമ്പോൾ അത് 152 മതി, ഹൈറ്റ് 152 മതി. അതുപോലെ തന്നെ വിഷൻ, ഓക്കെ, വിഷൻസ് അതുപോലെ ഡിസ്റ്റന്റ് വിഷൻ, നിയർ വിഷൻ എല്ലാം കൃത്യമായിരിക്കണം. 6/6 0.5 ലെഫ്റ്റ് ഐക്കും അതുപോലെ തന്നെ 6/6 0.5 സ്നെല്ലൻ എന്നിവ കറക്റ്റ് ആയിട്ടുള്ള ഒരു യോഗ്യതകൾ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ കളർ ബ്ലൈൻഡ്നെസ് ഒന്നും പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ മെഡിക്കൽ പരമായിട്ടുള്ള ഫിറ്റായിട്ട്, മെഡിക്കലി ഫിസിക്കലി ഒക്കെ ഫിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വരെ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് എന്നാ 1/7/2026 വരെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്നാ AMVAക്ക് അപ്ലൈ ആവുന്ന ലാസ്റ്റ് ഡേറ്റ് 1/7/2026 ആണ്. അതുവരെ നിങ്ങൾ നോക്കിയിരിക്കേണ്ട, ഇപ്പോൾ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. കഠിനമായ പരിശ്രമം, അതാണ് നമുക്ക് ഈ ഒരു തസ്തികയിൽ വേണ്ടത്. ഓക്കെ, അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു പരീക്ഷ കൂടിയാണ് AMVA പരീക്ഷ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ, മാക്സിമം നിങ്ങളുടെ എഫർട്ട് ഇട്ടിട്ട് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനൊക്കെ കവർ ചെയ്ത് മുന്നോട്ട് പോയി, സിലബസ് ഒക്കെ പൂർണ്ണമായിട്ടും കവർ ചെയ്ത് മുന്നോട്ട് പോയി. അതോടൊപ്പം തന്നെ ഓരോ സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ മാക്സിമം MCQs ഒക്കെ ചെയ്ത് നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട്, വളരെ വിശ്വാസത്തോടു കൂടി പരീക്ഷയെ നേരിട്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. മാസ്റ്റർ കീ അക്കാഡമി നിങ്ങൾക്കായിട്ട് ഒരു ഏറ്റവും ചെറിയ ഫീസിൽ ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. AMVAയുടെ ഏറ്റവും പുതിയ ബാച്ചുകളും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.